നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 719th day. Today 38th sloka of Prathama Skandha 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 719ാമത്തെ ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. സൂത ഉവാച. ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്ര്യ വീണാം രണയൻ യയോ യാദൃച്ഛികോ മുനി. ഓം തത്സത്. സൂത ഉവാച. ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്യ വീണാം രണയൻ യയോ യാദൃച്ഛികോ മുനി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്ര്യ വീണാം രണയൻ യയോ യാദൃച്ഛികോ മുനി. എളുപ്പമാണ് പദം പിരിക്കുന്നത്. ഭഗവാനായ നാരദർ വാസവീസുതം വ്യാസരോട് ഏവം സംഭാഷ്യ ഇപ്രകാരം സംഭാഷണം ചെയ്തിട്ട് ആമന്ത്ര്യ എന്ന യാത്ര പറഞ്ഞിട്ട് വീണാം രണയൻ വീണയെ ശബ്ദിപ്പിച്ചുകൊണ്ട് യാദൃച്ഛിക മുനി യാദൃച്ഛിക മുനി എന്ന് പറഞ്ഞാൽ പ്രയോജനത്തെ ഉദ്ദേശിക്കാതെ സഞ്ചരിക്കുന്നു. അതായത് തനിക്ക് പ്രയോജനം സ്വന്തം ലാഭത്തിനു വേണ്ടി ഉദ്ദേശിക്കാതെ സഞ്ചരിക്കുന്ന ആ മുനി യയോ യാത്ര ചെയ്തു. സൂതൻ പറഞ്ഞു. സൂത ഉവാച എന്ന് പറഞ്ഞാൽ സൂതൻ പറഞ്ഞു. സ്വന്തമായ ആവശ്യം ഒന്നും സങ്കല്പിക്കാതെ സ്വന്തമായ പ്രയോജനത്തിനൊന്നും ചിന്തിക്കാതെ സഞ്ചരിക്കുന്ന ഭഗവാൻ നാരദമുനി വ്യാസമുനിയോട് ഇപ്രകാരം പറഞ്ഞ് വീണയെ ശബ്ദിപ്പിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അതായത് നാരദമുനിയും വ്യാസരും തമ്മിലുള്ള സംഭാഷണമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. വ്യാസമുനിക്കുള്ള മനഃപ്രസാദത്തിനുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ട്, അതായത് ഭഗവാനെക്കുറിച്ചുള്ളൊരു ആഖ്യാൻ ഉണ്ടാക്കൂ, ഭഗവത് കഥയെ രചിച്ചിട്ട് ശ്രീമദ് മഹാഭാഗവതം രചിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തൻ്റെ പൂർവ്വകഥയും എപ്രകാരം സാധാരണക്കാർക്ക് പോലും ഭഗവത് ഭക്തി ഉണ്ടായാൽ ഉയർച്ച നേടാം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയി. നാരദ മുനിയെ പൊതുവേ നാം പലരും പറഞ്ഞിട്ടും പലരും വ്യാഖ്യാനിച്ചിട്ടും ഏഷണിക്കാരൻ അങ്ങനെ അവനും നാരദനാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ നാരദമുനി ഒരിക്കലും ഒരു ഏഷണിയും ചെയ്യാറില്ല. എല്ലാവരെയും ഉദ്ധരിപ്പിക്കുക, ഭഗവാനോട് അടുപ്പിക്കുക എന്ന ഒരേ ലക്ഷ്യം മാത്രമേ നാരദമുനിക്കുള്ളൂ. അതിനായിട്ടാണ് നാരദമുനി ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരായാലും അവർക്ക് അവരുടേതായിട്ടുള്ള വികാരത്തിൽ കൂടി ഭഗവാനിൽ ചേരുക, അതാണ് നാരദമുനിയുടെ ലക്ഷ്യം. കംസനാണെങ്കിൽ കംസന് ദേഷ്യം, ഭഗവാനോടുള്ള ദേഷ്യം കംസനിൽ വർദ്ധിപ്പിച്ച് ആ കംസനെ ഭഗവാനോട് ചേർക്കുക. വിരോധമാണെങ്കിൽ ശിശുപാൽ മാതിരിയുള്ളവർക്ക് വിരോധമാണെങ്കിൽ ആ വിരോധത്തെ വർദ്ധിപ്പിച്ച് എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിപ്പിച്ച് വിരോധത്തിലൂടെ ഭഗവാനെ പ്രാപിപ്പിക്കുക. ഭക്തിയാണെങ്കിൽ പ്രഹ്ലാദനും ധ്രുവനും പോലെയുള്ള കുട്ടികൾക്ക് ഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിപ്പിക്കുക. അങ്ങനെ ഓരോരുത്തർക്കും അവരവരിലുള്ള ആ വികാരത്തെ ഭഗവാനോട് ചേർക്കുക എന്നുള്ളതാണ് നാരദരുടെ പരമമായ ലക്ഷ്യം.
എല്ലാവരെയും ഭഗവാനിൽ അടുപ്പിക്കുക, ഭഗവാനോട് ചേർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹത് വ്യക്തിയാണ് ശ്രീ നാരദർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്ര്യ വീണാം രണയൻ യയോ യാദൃച്ഛികോ മുനി. യാദൃച്ഛികം എന്നുള്ളത് മലയാളത്തിലുള്ള യാദൃച്ഛികമല്ല. ഇവിടെ യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ സ്വന്തം ലാഭത്തിനെ ഇച്ഛിക്കാത്ത ആൾ എന്നുള്ള അർത്ഥത്തിലാണ് യാദൃച്ഛികം ഇവിടെ വരുന്നത്, സംസ്കൃതത്തിൽ വരുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യവും സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.